പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതൊരു മീനായിരുന്നു ഇത്. കഴിക്കണ്ടല്ല ഇതിനെ കാണാൻ. കാരണം ഇതിനെ കണ്ട് എനിക്ക് പാമ്പിന് ഓർമ്മ വരും. നിങ്ങൾക്ക് ആയിരിക്കും തന്നെ തോന്നുന്നുണ്ടോ? എനിക്ക് പണ്ടേ ഇതിനെ കണ്ട് അങ്ങനെയാ തോന്നുന്നു. ഇതിന്റെ നീളം കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിക്കാൻ നിൽക്കാറില്ല. പ്രത്യേകിച്ച് ഇത് മുറിക്കാൻ എനിക്ക് വളരെ മടിയാ. അന്നേരം എനിക്ക് പാമ്പിന്റെ ചിന്തയായി വരാം. പക്ഷെ ഇത് പണ്ടത്തെ കാര്യമാട്ടെ. ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചത് വാങ്ങിച്ചു. ഇന്നെന്തോ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയൊന്നും തോന്നുന്നുണ്ടായില്ല. ഇത് വാങ്ങിച്ച് ക്ലീൻ ചെയ്യാണ്. ചേരി ഉപയോഗിച്ച് ഇതിന്റെ മുകളിലത്തെ നൂറ് എന്നാണ് പറയാ. അത് നല്ലോണം ക്ലീൻ ആക്കുവാണ്. അത് മാത്രമല്ല ഈ മീൻ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പൊ അത് നൂറൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതിന്റെ തലയൊക്കെ കഷ്ണാക്കി ഉള്ളത്തെ സാധനങ്ങളെല്ലാം കളഞ്ഞാല് നമ്മളെ മീൻ വെട്ട് ഇവിടെ കഴിഞ്ഞു. പിന്നെ ഇത് നമുക്ക് വേണ്ടുന്ന സൈസിൽ കഷ്ണാക്കി എടുക്കുക. ഈ മീൻ സാധാരണ കറി വെക്കാറില്ലാന്ന് തോന്നുന്നു വെക്കുന്നവരുണ്ടാകാം. ഞങ്ങളിവിടെ പൊരിക്കുക ചെയ്യല്. അങ്ങനെ ഇത് പൊരിക്കാൻ വേണ്ടി ആ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാണ്. പിന്നെ ഇത് ക്ലീൻ ആക്കണമെങ്കിൽ എനിക്ക് അവിടെ അമ്മ പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇതെങ്ങനെ ക്ലീൻ ആക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി മുറിച്ച് വെച്ച് നമുക്കിത് പൊരിച്ചെടുക്കാം. പൊരിക്കാം പിന്നെ ആരോടും എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. മുളകുപൊടി മഞ്ഞപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നമ്മളെ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുക. എന്തായാലും വിചാരിച്ച പോലെ ആയിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീന്. ഇത് കറി വെച്ചാൽ എങ്ങനെയുണ്ടാവും എനിക്കറിയില്ല. അപ്പോൾ ഈ മീനും കൂട്ടി നമുക്കിന്ന് ഊണ് കഴിക്കാം. അയ്യോ, ഞാൻ ഈ മീനിന്റെ പേര് പറയാൻ പറ്റുമല്ലേ. ഇതിന് നമ്മുടെ നാട്ടിലെ തളയൻ എന്നാണ് പറയാ. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കാം. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയാനുള്ളത് താഴെ കമന്റ് ചെയ്തോളൂ. അങ്ങനെ ആ മീനും കൂട്ടി സൺഡേ സ്പെഷ്യൽ ഉച്ചയോട് കഴിച്ചു. വിചാരിച്ച പോലെയുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് മൈ ചാനൽ.